അതെ, നമ്മൾ വീട്ടമ്മമാർ ചിലപ്പോൾ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുമ്പോൾ പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല. വെറും ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇരിപ്പുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങിക്കാൻ ചില സമയങ്ങളിൽ മടിയും തോന്നാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസമായിരുന്നു എൻ്റെ കേട്ടോ. അപ്പം അന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് മുൻപ് കുട്ടിക്കാലത്തൊക്കെ അമ്മയൊക്കെ പച്ചക്കറി ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അതിനായിട്ട് കുറച്ചധികം കുഞ്ഞുള്ളി എടുത്ത് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തരിഞ്ഞ് എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി വെക്കുക. നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഉള്ളി വെളുത്തുള്ളി തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്ത് പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അധികം ഉപ്പിട്ടിട്ടാണ് വഴറ്റിയിട്ടുള്ളത്. കാരണം നമ്മുടെ ചോറിലേക്കും കൂടെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കായത്തിൻ്റെ രുചി ഇഷ്ടമായതുകൊണ്ട് കായം ഇട്ടിട്ടുണ്ട്, കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇളം ചൂടിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അത് മാറ്റി വയ്ക്കുക. ഇതിനകത്തോട്ട് സൈഡായിട്ട് നമുക്ക് കറികളോ വേറെ ഒന്നും വേണ്ട. ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. പക്ഷെ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഉപ്പിലിട്ട മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ കേട്ടോ.